ഈ സാമൂഹ്യ മാധ്യമ ലോകം അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂട്യൂബ് ലോകം എന്നൊക്കെ പറയുന്നത് ചിലപ്പോഴൊക്കെ ചില മെറിറ്റുള്ള വിഷയങ്ങൾ അതിൻ്റെ ഗൗരവത്തിൽ കാണുമെന്നുള്ളതൊഴിച്ചാൽ പൊതുവിൽ ഇതിനെയൊക്കെ നമ്മൾ വിലയിരുത്തേണ്ടത് ഒരു മാർക്കറ്റ് പ്ലേസ് പോലെയാണ്. വ്യത്യസ്തമായ രൂപവും വ്യത്യസ്തമായ നിലവാരത്തിലുള്ള വ്യത്യസ്തമായ വീക്ഷണത്തിലുള്ള ആളുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരിടമാണ്. അവിടങ്ങളിൽ ആത്മീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്താലും ഇനി അതിനപ്പുറത്തെ എന്തെങ്കിലും വിഷയങ്ങൾ കൈകാര്യം ചെയ്താലും MD വാസുദേവൻ നായരെ പോലെ ഒരു മഹാ എഴുത്തുകാരൻ മരണപ്പെട്ടാലുമൊക്കെ ധാരാളം വ്യത്യസ്തമായ ഞരമ്പൻ കമൻറ്റുകളുമായി രംഗത്ത് വരുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഇത്തരം കമൻറ്റുകൾ പരസ്യമായി പറഞ്ഞാൽ പോലും വിപണന സാധ്യതയും വിപണി സാധ്യതയും കൂടുന്നതിനപ്പുറത്ത് അവരുടെ മൂല്യം ഒട്ടും കുറയുന്നില്ല എന്നതാണ് അർത്ഥം. നമ്മുടെ ഹണി റോസ് ഇന്ന് പറഞ്ഞ ഒരാളുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ആ ആളാരാണെന്നും ആ ആൾ എന്താണെന്നും എല്ലാവർക്കും അറിയാമെങ്കിലും അവർ പറഞ്ഞില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ബാക്കി ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും ആ ആൾ ആരാണെന്ന് പറയാത്തത് എന്ന് വിചാരിച്ചാൽ നമ്മളൊക്കെ വെറും മണ്ടന്മാരായി പോവുകയുള്ളൂ. അവരൊക്കെ മൂല്യമുള്ള ആളുകളാണ്. മൂല്യം എന്ന് വെച്ചാൽ ഗാന്ധി തലയുള്ള നോട്ട് പ്രയോഗിക്കുന്നവർ, പരസ്യങ്ങളായി അതുപോലെ മറ്റു പല കാര്യങ്ങളായി കാശൊക്കെ നൽകുമ്പോൾ അയാൾ എന്ന് പറഞ്ഞാൽ ആ ആളാരെന്ന് അന്വേഷിക്കുക പോലുമില്ല. എന്നാൽ രാഷ്ട്രീയക്കാരനെക്കുറിച്ചോ പൊതുപ്രവർത്തകനെക്കുറിച്ചോ അല്ലാത്ത ആരെയെങ്കിലും കുറിച്ചാണെങ്കിൽ അയാൾ എന്ന് പറയണ്ട, ആ എന്ന് പറഞ്ഞാൽ മതി. ആ എന്ന് കണ്ടുപിടിക്കാൻ, ആ എന്ന് അമറാൻ ഒരുപാട് പേര് രംഗത്തിറങ്ങും. എന്തായാലും അയാളെക്കുറിച്ച് സാക്ഷാൽ നമ്മുടെ ഹണി റോസ് എഴുതിയിരിക്കുന്ന പോസ്റ്റാണെന്ന് വളരെ വാർത്തയായിരിക്കുന്നത്. ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെൻറ്റ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അത് പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു. പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്നിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേർ മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു. സ്ത്രീത്വത്തെ എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഹണി റോസിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ പറയുന്നു എന്നുള്ളതാണ്. സ്ത്രീത്വത്തെ അങ്ങനെ പരസ്യമായിട്ടൊക്കെ ഇതുപോലെ വിളിച്ച് അപമാനിച്ചാലുണ്ടല്ലോ അയാളുടെ പല്ല് വായി കാണൂല, ആടിച്ച് കൊഴിച്ചു കളയും. നല്ല പെൺകുട്ടികളുണ്ട്, ചുണയും തൻ്റെ ഇടമൊക്കെ ഉള്ള, ഒന്ന് പറഞ്ഞു നോക്കണം. ഏതെങ്കിലും ഇപ്പോഴത്തെ കാലത്തെ കോളേജിലോ ക്യാമ്പസിലോ ഒക്കെ ചെന്ന് പറഞ്ഞു നോക്കണം. നല്ല സുന്ദരമായ അടി കൊടുക്കും കന്നം പുളക്കെ. അപ്പോൾ അതുകൊണ്ട് സ്ത്രീത്വത്തെ എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എന്തായാലും മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും സ്ത്രീത്വത്തെ അവമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു. പണത്തിൻ്റെ ധാർഷ്ട്യത്തിൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ അയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികോദ്യോഗമായി സെക്ഷലി കളേർഡ് റിമാർക്സ് ഉദ്ദേശത്തോടെ സംസാരിക്കുകയും ആ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അതൊരു പുതിയ അറിവല്ല, അത് അവിടെ തന്നെയുണ്ട്. പക്ഷേ അത് കേൾക്കുന്ന ആൾ ആദ്യം ഈ നിയമം തനിക്ക് അനുകൂലമായി ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കണം. എത്രയോ നാളുകൊണ്ട് ഈ പറയുന്ന കാര്യം സാമാന്യേനയുള്ള ജനങ്ങൾക്കെല്ലാം തോന്നുന്നതാണ്. പക്ഷേ അത് ഉപയോഗിക്കാതെ ഭരണഘടനയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? അതുകൊണ്ടൊരു കാര്യമില്ല. കാശുള്ളവൻ കാശെറിഞ്ഞ് അവൻ്റെ തോന്നിയാസങ്ങൾ കാണിക്കുമ്പോൾ ഈ കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന ഒരു സമൂഹത്തിൽ അത് ഉപയോഗിക്കാൻ കഴിയുന്ന സ്ത്രീകളാണ് സ്ത്രീത്വത്തിൻ്റെ സ്വത്വമുള്ളവരും അത്തരത്തിൽ അംഗീകരിക്കപ്പെടേണ്ടവരും. ഏതായാലും അതേ ഉദ്ദേശത്തോടെ നിലനിൽക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃത ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ്. അതിനെനിക്ക് പ്രതികരണശേഷി ഇല്ലെന്നർത്ഥമല്ല. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അങ്ങനെ അവഗണിക്കാൻ നമ്മൾ മൂല്യവത്തായി കാണുന്നൊരു കാര്യമാണെങ്കിൽ അത് അവഗണിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മളെ പറയുമ്പോൾ അവഗണിക്കാനേ പാടില്ല. ആ അവഗണിക്കാതിരിക്കാനുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ
നമ്മളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതനുസരിച്ചാണ് നമ്മളെ എല്ലാവരെയും കാണിപ്പിക്കുന്നതും അല്ലെങ്കിൽ എല്ലാവരുടെ മുന്നിലും നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്നതും. ഇതൊക്കെ തമ്മിൽ പരസ്പര ബന്ധിതമായ കാര്യമാണ്. ഏതായാലും ഇപ്പോഴെങ്കിലും ഈ പറഞ്ഞ ഒരു എന്തായാലും വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയത്തില്ല, രാഷ്ട്രീയക്കാരനോ ബാക്കിയുള്ളവനോ ഒക്കെ ആണെങ്കിൽ എന്നേ മാഞ്ഞു പോകുമായിരുന്ന അത്തരത്തിലൊരു വികട മ്ലേച്ഛ ഭാഷ അത് വളരെ വൈബായി ഉപയോഗിക്കുന്ന അയാളൊക്കെ എന്ത് പറയാനാണ്. ഏതായാലും കാത്തിരിക്കാം ഇനി ബാക്കി എങ്ങനെയാണ് സംഭവിക്കുക എന്ന്. അയാൾ ചായക്കടയിലും മുറുക്കാൻ കടയിലും ഒക്കെ പോയി പാവപ്പെട്ടവനോട് പറയുന്ന തോന്നിയാസങ്ങളൊക്കെ ഒരുപാട് കേട്ടതാണ്, അറിഞ്ഞതാണ്, കണ്ടതാണ്. കഷ്ടം.